എലിയുടെ ശല്യം വീണ്ടും രൂക്ഷമായി ഡബിൾ ചുണ്ട് പോലെ ആയിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിപ്പോയി. നമ്മളെ ഈ ബേർഡ്സിനെ ഫുള്ളായിട്ടാണ് കൊടുക്കാൻ വേണ്ടി പോകാറുണ്ട്. ഹൗസിൻ്റെ കയ്യിലോട്ടൊക്കെയാണ് എലി കാരണമാണ് നമുക്ക് കഴിഞ്ഞോട്ടെല്ലാം ഡെഡായിപ്പോയത്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ കിളിക്കൊണ്ട് അകത്തുള്ള നമ്മളെ കുറച്ച് ബേർഡ്സിനെ പിടിച്ച് കാണിച്ചു തരാം. ഒരാൾ നമ്മളെ കാർത്തൂൻ്റെ കയ്യിലിരിപ്പുണ്ട്. ചട്ടമ്പിയിൽ ഒരാൾ ഏടാ ഒരാളിരിപ്പുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള ആൾക്കാരതെ നമ്മളെ ഹവിഷ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹവിഷേ ഹായ്, ഇത് എപ്പോൾ വന്നു? ഇന്നലെ വന്നു അല്ലേ? ഇന്നലെ വന്നു. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എൻ്റെ തിടയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഈ കൂടുതൽ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ കേട്ടോ. നമ്മളെ പെർപ്പറുണ്ട്, നമ്മളെ ഫ്രില്ലിൻ്റെ ഒരു 4 എണ്ണം ഉണ്ട്. ഇവരെ നമ്മൾ തൽക്കാലം എടുത്താൽ ഈ കൂട്ടിൽ വെക്കണമെന്ന് വെച്ചാൽ ഇവർ കൊത്തു കൂടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഇവരെ നമ്മളിത് ഈ കൂട്ടിലോട്ട് മാറ്റാൻ വേണ്ടി പോകാൻ കേട്ടോ. കാർത്ത് വേടാ, എന്തിനാണ് ഇവരെല്ലാവരെയും പിടിച്ചത് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒരാളെ നമ്മൾ ഇട്ടു. നമ്മളെ പെർപ്പനെ കൂടി എടുക്കുകയാണ്. നല്ല ബൂട്ടല്ലേ അവന്, അടിപൊളി. ഓക്കെ, അങ്ങനെ നമ്മൾ 5 പേര് അയ്യോ നമ്മളെ പെർപ്പനെ കൊത്തുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 5 പേര് നമ്മളിത് ഇതിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. ഓക്കെ, നൈസല്ലേ? അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇവരെ ഇട്ടത് എന്ന് നിങ്ങൾ ആലോചിക്കാനല്ലേ? അതെല്ലാം പറഞ്ഞു തരാം. ഇപ്പം നമ്മളൊരു പർച്ചേസിന് വേണ്ടി പോവുകയാണ്. പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒരു ഉപയോഗമുള്ള കാര്യമാണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ പറഞ്ഞ വഴിക്ക് സംഭാരം കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. നല്ല മോര് മതി. നമ്മുടെ കാരയ്ക്ക്, മാങ്ങ, ഇതൊക്കെ ഇത് നെല്ലിക്ക കേട്ടോ. അച്ചാറ്, നമ്മൾ സംഭാരത്തിൻ്റെ കളർ നോക്കിക്കോ, സൂപ്പറായിട്ടുണ്ടല്ലേ. കുടിച്ചോ അത്? ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും സംഭാരം കുടിച്ച് കയറിയിട്ട് എന്നിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഒരു അടിപൊളി ഒരു പർച്ചേസ് ഒക്കെ ചെയ്തു. നമ്മുടെ വീട്ടിലോട്ട് എത്തിയ കേട്ടോ. അത് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, അത് പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് എത്തി കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലെ വഴി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, നിധിയുണ്ട്, കാർത്തുണ്ട്, ഹവിഷുണ്ട്. ഹവിഷേ, എങ്ങനെ ഉണ്ടായിരുന്നു പോയി പർച്ചേസ് ചെയ്തിട്ട്? കൊള്ളായിരുന്നോ? അടിപൊളി സാധനത്തിലല്ലേ നമ്മൾ മേടിച്ചിട്ട് വന്നേ? ഓക്കെ, പക്ഷെ വെയിറ്റ് ചെയ്തു, വെയിറ്റ് ചെയ്തു, അതാണ് പ്രശ്നം നമുക്ക്. അപ്പോൾ നമ്മുടെ വീടെത്തി. അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല രസമുണ്ടല്ലോ. നമ്മൾ പുതിയ ഫോണിൽ എടുക്കുമ്പോഴേ ആ ഒരു കളറൊക്കെ സൂപ്പറായിട്ടുണ്ടല്ലേ. നമ്മൾ ഗോപ്രോയിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കളർ ഡെപ്ത് കിട്ടത്തില്ലായിരുന്നു, അതുപോലെ ഇത്രയും ക്വാളിറ്റിയും കിട്ടത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ കാള എടുക്കാം. നമ്മളെ കാരയ്ക്ക നല്ല കോമ്പിനേഷനാണ്. മുളകോ എല്ലാം വെറൈറ്റീസാണ്. എല്ലാം വെറൈറ്റി കളേഴ്സാണ് കേട്ടോ ഈ വട്ടം നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് ഞാൻ നോക്കി തരുന്ന കുറച്ച് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ കൂടിൻ്റെ മുകളിലൊക്കെ നോക്കി ഫുൾ പച്ചപ്പ്. നമ്മുടെ ബേർഡ്സിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അടിപൊളി കേട്ടോ. പണ്ടേ എനിക്ക് ലവ് ബേർഡ്സിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. കുറച്ച് വെറൈറ്റി കളേഴ്സാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക്. ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവും. നമ്മൾ നോർമൽ ലവ് ബേർഡിനെ എടുക്കുന്നതിനേയും കാട്ടിയും ഈ ലവ് ബേർഡ്സിനെ എടുത്തപ്പം ഒരു വെറൈറ്റി ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ചേഞ്ചസ് അറിയുന്നില്ലല്ലേ? അകത്തോട്ട് പറഞ്ഞുതരാം എന്താണെന്ന്. നമ്മളെ കൂട്ടിനകത്തോട്ട് എത്തിയ കേട്ടോ. കൂട്ടിനകത്ത് ചെറിയൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അതെ, നമ്മൾ ആൾക്കാരെ കൊണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചു. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നില്ല, ഷീറ്റുണ്ട്. ഇപ്പം നമ്മളെ ഈ മരങ്ങളൊക്കെ ഇപ്പോൾ കവർ ചെയ്താണ് നമ്മൾ കിളിക്കൊണ്ട് മണ്ടിലോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇരുട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ലൈറ്റ് വന്നതുണ്ടോ? ഇപ്പോൾ ആ ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാവും. എലിയുടെ ശല്യം വീണ്ടും രൂക്ഷമായി. എലി കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രാവിനെ. ആ പ്രാവിൻ്റെ എഗ്ഗാണ് കിടക്കുന്നത്. നമ്മുടെ എലിയാണ് തള്ളിയിട്ട് പൊട്ടിച്ച കേട്ടോ. ഏറ്റവും മുകളിൽ 2ാമത്തെ ചട്ടിയിലാണ് ഇരുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവന്മാരെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? ഗീവ് അവേ ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനുണ്ട്. ട്രിവാൻഡ്രം ബേസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പെർപ്പൻ്റെ ഒരു കുഞ്ഞും ഫ്രില്ലിൻ്റെ 4 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് തരുന്നാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു തന്നാൽ മതി കേട്ടോ. അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മളെ പെർപ്പനെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല കുഞ്ഞുങ്ങളാണ്. എല്ലാവരും നിരന്നിരിക്കുന്ന വഴിക്ക് പറയൂ, എന്ത് ചേഞ്ചാണ് ഇതിലുള്ളതെന്ന് മനസ്സിലായോ? ഇല്ല, ഇത്രയും ബേർഡ്സ് എടുത്തതിൽ നമുക്ക് പ്യുവർ ഗ്രീൻ ആയിട്ടുള്ള ഒന്നുപോലും ഇല്ല. നമ്മൾ സാധാരണ എടുക്കുമ്പോൾ ഗ്രീനാണ് വരുന്നത്. ഇതും കൂടി ചേർന്ന് 4 സ്റ്റെപ്പ് ലവ് ബേർഡ്സാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു ഗ്രീൻ ടൈപ്പാണ്. അത് നമ്മളെ ലവ് ബേർഡ്സിൽ നോർമൽ ഒരു വെറൈറ്റിയാണ്.
ഇതിൻ്റെ അകത്ത് കാണുമോയെന്ന് അറിയത്തില്ല. നമുക്ക് എന്താ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഷോപ്പിൽ എടുക്കാൻ. അപ്പോൾ നമ്മൾ പോയ ഷോപ്പ് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കേട്ടോ. ഇത് നമ്മുടെ തവളക്കണ്ണ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിപ്പോയി. നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇത്രയും ബൾക്ക് പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയൊരു എമൗണ്ട് അല്ല. പിന്നെ നമ്മളും അതിലൊന്നും പ്രഷർ ചെയ്യാൻ വേണ്ടി പോയില്ല. നമ്മൾ അതങ്ങ് വിട്ടു. ഓക്കെ, അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഒന്നോർത്ത് അത് എടുക്കാതിരുന്നത് കേട്ടോ നല്ലത്. എന്തുകൊണ്ടാണ് ഇത് അവിടുത്തെ ബേർഡ്സൊക്കെ കിടക്കുന്നത് കണ്ടായിരുന്നോ? ഓക്കെ, അധികം കുറ്റം പറയുന്നില്ല, ഇതെല്ലാം ഒരു കച്ചവടം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പർച്ചേസ് വീഡിയോ ഇടാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ഓട്ടെ, നമുക്ക് അടുത്ത വീഡിയോ സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെ, ഇവരങ്ങ് തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ്. എന്തുവാ ഒരാൾ പറഞ്ഞു പോയി കേട്ടോ. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, അതിന് ഇടയ്ക്ക് പോയി എടുത്തോ. ഒരാൾ പറഞ്ഞു പോയി കേട്ടോ. ഓരോരുത്തർ എടുത്ത് പിടിക്കട്ടെ. ഇത് ഓരോന്നും ഓരോ കളറാണ് കേട്ടോ, ഓരോ രീതികളാണ് എല്ലാം. കാർത്ത് എടുത്തേക്കണത് ഒരു വൈറ്റും ബ്ലൂഷും ആയിട്ടുള്ളതാണ് കേട്ടോ. ഓ, ആ ചുണ്ടിന് ചെറിയൊരു ഡിഫോൾട്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ചുണ്ട് ഡബിൾ ചുണ്ട് പോലെ ആയിപ്പോയി. പോട്രാ. ആ ഓക്കെ. നിധി ഒരാളെ എടുത്തിട്ടുണ്ട്. അയ്യോ പോയി. ഓ, അവരാ കുഞ്ഞു കൂട്ടിൽ നിന്ന് ഒരു വലിയ കൂട്ടിലോട്ട് പോയ കേട്ടോ. അടുത്ത ആളെ പിടിച്ചേ. ഓക്കെ, നല്ല ക്യൂട്ടായിട്ട് ഒരാളെ കേട്ടോ. അതെ, കൈ പോയി. ആ സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ്. അവിടെ അവരെ കുഞ്ഞു കൂട്ടി കിടന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അവർ കടിക്കാൻ, അവരെ സേഫ്റ്റിക്ക് വേണ്ടി അവർ കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ആളെ നിധിക്ക് കിട്ടി. പോയി വരയുടെ ഇടക്ക്. അഭിഷേക് എങ്ങനെയുണ്ട്? അതിൻ്റെ വായി കൊണ്ട് കൈ വെക്കരുത്, കടിച്ചു തരും. ഹൗസിന്റെ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തേടി, അപ്പൊ അതങ്ങ് പറന്നു പൊക്കോളും. ഹൗസി വിടാൻ പോകുന്നു. ഹായ്, കൊള്ളായിരുന്നല്ലേ? അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. പിടിച്ചോ. പോയി കറങ്ങിയൊക്കെ പോയി. ഓ, ഞാനത് നോക്കിയെടുത്താണ് കേട്ടോ അവനെ ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ മിസ്സായിപ്പോയി. നമ്മളതിൽ പണ്ടൊരു മിക്കി ഉണ്ടായിരുന്നു, നമ്മളതിൽ പെറ്റായിട്ട് നമ്മൾ ആദ്യമായിട്ട് വളർന്നത് സെന്റിയൻ. അവൻ ഡെഡായിപ്പോയി. ഇത് അടുത്ത ആള്. ഓക്കെ, കയ്യിലോട്ട് വെച്ചോട്. ഓക്കെ. ഓ പോയാട്ടോ. ഇതാരാ എന്നാ? ഹവിഷിന്റെ കയ്യിലോട്ട് കൊടുത്തു. ഓ പോയാട്ടോ. ആക്ച്വലി നമ്മൾ ലവ് ബേർഡ്സ് എടുക്കാൻ വരുന്നത് വെച്ചാൽ എല്ലാ വർഷവും നമ്മൾ ലവ് ബേർഡ്സിനെ ഒരു പർച്ചേസ് ചെയ്യും കേട്ടോ. അത് ഇതേപോലെ ഒരു നമ്പേഴ്സ് ആയിരിക്കും, ഒരു 30-40 നമ്പേഴ്സ് നമ്മൾ എടുക്കും. എലി കാരണമാണ് നമുക്ക് കഴിഞ്ഞോട്ടെല്ലാം ഡെഡായി പോയത്. ഈ വട്ടം നമ്മൾ എലിക്ക് വിഷം വെക്കും അല്ലേ കാർത്തു? നമ്മൾ എന്ത് സംഭവിച്ചും എലിക്ക് നമ്മൾ അതിനകത്ത് വിഷം വെക്കും, നമ്മൾ എലിയെ കൊന്നിരിക്കും. അപ്പോൾ അതെ പിടിച്ച് മിക്കിയെ പോലെ വേറൊരാളെ കേട്ടോ. അല്ലേ അങ്ങനെ അനക്കാതെ വെച്ചോ. മിക്കിയുടെ പോലത്തെ തൂവലാണ്. ആവശ്യം കണ്ടോ? അതെ, കയറി മുകളിൽ കയറി പോയി. ഓക്കെ, ദേ ഒരാൾ വന്നിരിക്കണോ ചോദിക്കേ? ഊഞ്ഞാലാടുന്നിരുന്ന് പാവം. ഓക്കെ, ഇരിപ്പുണ്ടെന്ന് എല്ലാം എടുക്കട്ടെ. പക്ഷെ അതിന് അറിഞ്ഞൂടല്ലോ. ഓക്കെ ഇരുന്നു. ഒരാളെ കൂടി എടുക്കട്ടെ. അയ്യോ, ഒരാൾ പോയി. ഓ, അവിടെ ഇരുന്നു. ഹവിഷേ കൈ കാണിച്ചോ, വെച്ചേക്കട്ടെ. ഹവിഷിന്റെ കയ്യിലോട്ട് വെക്കുകയാണേ. ദേ ഇരിക്കുന്നു, ഹവിഷിന്റെ കയ്യിലിരിക്കുന്നു. ഹായ്, ക്യൂട്ടായിരിക്കുന്നല്ലേ? ഓ പറഞ്ഞു. ഇതൊരു ബ്ലൂ ഫിഷ് ഷെയ്ഡാണ് കേട്ടോ. അതെ, നമ്മളതിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ്. അപ്പം അതെ. ഓ, നല്ല കടി അടിക്കുന്നുണ്ട്. ഹവിഷിന്റെ കയ്യിലോട്ട് വെച്ചേരട്ടെ. അടിക്കാതെ, ബഹളം വെക്കാതെ. ഓക്കെ, അല്ലേ? ഓ ശരിയാതെ, എന്റെ കവിളിൽ വന്നിട്ട് ഒരു വൈറ്റ് ഉണ്ട് കേട്ടോ. അതെ, അടിപൊളി കേട്ടോ. അത് ഹൗസിന്റെ കയ്യിലോട്ട് വെക്കാൻ പോവേണേ. ഓക്കെ, ഓ ഒരാളെ കിട്ടി. ഈ ഗ്ലൗ യൂസ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ അതാണ്, കടി കൊള്ളൂല. ദേ 3 പേരെ ഞാൻ അടുപ്പിച്ച് തുറന്നു വിടുകയാണ്. ഒരാൾ പോയി. ദേ നമ്മളെ 2 പേര്. ഓ ദേ നമ്മളെ ഒരാൾ പോയി. ആവശ്യത്തിൻ്റെ കയ്യിൽ നിന്ന് വിടാൻ വേണ്ടി പോവുകയാണ്.
ഒരെണ്ണം കൂടി ഹവിഷിൻ്റെ കയ്യിൽ നിന്ന്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെൻ്റെ ഈ ഒരു കളർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതെ നമ്മളൊരു ഉജാല ലവ് ബേർഡ്, ഉജാലയുടെ കളറാണ് കേട്ടോ. കൈ വെച്ചോ, കൈ അനക്കല്ലേ. ആ കൊത്തി തന്നാ ചെറിയ കടിയൊക്കെ കൊള്ളണം കേട്ടോ. നമ്മൾ മാത്രം കടി കൊണ്ടാ പോരല്ലോ. ഓക്കെ, അപ്പൊ കാർത്തുവായി എന്നാ നമ്മുടെ എല്ലാ വട്ടവും എന്ത് സാധനം പർച്ചേസ് ചെയ്താലും അവസാനത്തെ റൗണ്ട് കൊടുക്കുക നമ്മുടെ കാർത്തൂന് തന്നെയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം ഉണ്ടായിരുന്നോ? എവിടെ കൈ എവിടെ? ആ ചെറിയ കടിയേ കിട്ടിയുള്ളൂ, ഞാൻ കണ്ടു. നമ്മക്കൊക്കെ ആണെങ്കിലേ കൈ കടിച്ച് മുറിക്കും. ഓ, മമ്മിക്ക് കിട്ടി, നിധിക്ക് കിട്ടി, എനിക്ക് കിട്ടി. അതിനുശേഷം കേട്ടോ ഈ ഗ്ലൗ യൂസ് ചെയ്യുന്നത്. ഓ, മനോജന്റെ അടുത്ത് പറഞ്ഞതാണ് ചെയ്യരുതെന്ന്. ഓ, കടിച്ച് മുറിച്ചളഞ്ഞ കേട്ടോ. ആ കൈ ഫുൾ ചോരയായിരുന്നു. പുതിയ ആൾക്കാരെ കൊണ്ട് നിന്റെ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ നമ്മൾ പുറകെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ. അത് ആരാന്ന് കൊണ്ട് നിട്ടേക്കുന്നത്. ഈ ടാങ്കിനകത്ത് ഒരാളുണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. എന്നാ വിഷയം? കാർത്തികനെ കിട്ടുന്നില്ലല്ലേ? ഒരാളെ കിട്ടിയ കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പുറത്ത് കിട്ടോ. ഓക്കെ, ദേ ഇരിക്കുന്നു കേട്ടോ. അവിടെ ഇരുന്നോട്ടെ. ഇനി അവസാനത്ത് നമുക്കൊരു 3 പേരും കൂടി വിടാനുണ്ട്. കുറച്ചൊരു ബഹളമായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ ഇതിൻ്റെ അകത്ത്? ആ, രാവിലെ ആകുമ്പോൾ നല്ല ബഹളം അല്ലേ? നമുക്ക് രാവിലെ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഉറക്കണിക്കുന്ന ഇവിടുത്തെ ബഹളം കേട്ടതാണ് കേട്ടോ. കാർത്തിൻ്റെ കയ്യിൽ പറഞ്ഞാൽ ഓ കടിച്ച് തൂങ്ങിക്കാൻ പോയി കേട്ടോ. അത് ഇവിടെ പോയിക്ക്. നമ്മളിപ്പോൾ വിട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ ഇരിക്കുന്നത്. ഇരിക്കുന്നു. മുറിച്ചാ? അത് മോശമായിപ്പോയി. മുറിയാത്തത് മോശമായിപ്പോയി. നമ്മൾ ഏകദേശം ഇപ്പം ബേർഡ്സിനെ ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇപ്പം എത്ര നാളായി? 3-4 മാസമാകുമല്ലേ. നമ്മുടെ ബേർഡ്സിനെ ഇപ്പം അധികം എടുക്കാത്ത വെച്ചാൽ ഇവിടുത്തെ ചൂടെന്നൊക്കെ വെച്ചാൽ മാരക ചൂടാണ്, ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ നമ്മുടെ കൂട്ടിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു 35 ഡിഗ്രി, ഏറ്റവും മുകളിൽ കണ്ടില്ലേ 35 ഡിഗ്രിയാണ് കേട്ടോ ചൂട് വരുന്നത്. അതെ, ഇതിൻ്റെ മുകളിലോട്ട് കയറണം, പൊകിഞ്ഞു പോകും. ഞാൻ കാർത്തുമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി കയറും. അതുകൊണ്ട് ഇപ്പം ഞാനൊരു മെഷീൻ മേടിച്ചു മുകളിലോട്ട് വൃത്തിയാക്കാൻ വേണ്ടി. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കാരണം തൂക്കണ ദിവസം എന്തായാലും മുകളിൽ നടക്കത്തില്ല. അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ പുറകെ വരും. കൂടെയുള്ള ബേർഡ്സിനെ അറ്റാക്ക് ചെയ്യാത്ത കുറച്ച് ബേർഡ്സിനെ എടുക്കാം കേട്ടോ. പഴയതുപോലെ നമ്മളെ കിളിക്കൂട് കുറച്ചും കൂടി അടിപൊളിയാക്കണം. കറക്റ്റ് ഒരു കിളിക്കൂട് നമുക്ക് ആക്കിയെടുക്കണം. ആ രീതിയിൽ നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യും. 1 by 1 നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഇതിലുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തന്നെ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ 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 ബൈ. ഹവിഷ ബൈ. എന്നാ ഇനി ന്യൂസിലാൻഡിൽ തിരിച്ചു പോണേ? പോണ്ട്. അതെന്നാ ഇവിടെ ഇഷ്ടം ന്യൂസിലാൻഡാ ഇഷ്ടം? ഇവിടെ ഇഷ്ടം. അതെന്നാ ഇവിടെ ഇഷ്ടം? വലുതാകുമ്പോ ആരെ പോലെ ആവാനാ ഇഷ്ടം കേട്ടോ.